MLA-മാരാണ് ഇത്തവണ പരാജയപ്പെട്ടത്, ആരൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നോക്കാം. തിരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതുമ്പോൾ അതിൽ പാർട്ടിക്കും മുന്നണിക്കുമൊക്കെയുള്ള വോട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് വ്യക്തികൾ കൂടി അവരുടെ വോട്ട് സ്വന്തമാക്കാറുണ്ട്. പ്രത്യേകിച്ച് ചില ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യവും പതിറ്റാണ്ടുകൾ ഭരിക്കുന്നതൊക്കെ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ നമ്മൾ ഒക്കെയും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള, അങ്ങനെ പ്രവചിക്കപ്പെട്ട പല ആളുകളും തോറ്റു പിൻവാങ്ങുന്നതും ഒരു കാഴ്ച കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയാണ്. എത്ര MLA-മാർ തോറ്റു, ഏതൊക്കെ പാർട്ടിയിൽ നിന്ന്, ഏതൊക്കെ മുന്നണിയിൽ നിന്ന് എന്നുള്ള കണക്ക് കൂടി നമ്മൾ നോക്കുകയാണ്. നോക്കൂ, ആ കണക്ക് നമുക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ തോറ്റ MLA-മാർ ഈ നിയമസഭയിൽ കഴിഞ്ഞ 140 MLA-മാരെ എടുക്കുമ്പോൾ അതിൽ 41 MLA-മാർ വീണ്ടും മത്സരിച്ചപ്പോൾ അവർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആ 41 MLA-മാരും LDF-ന്റെ MLA-മാരാണ്, ഇടതു മുന്നണിയിൽ നിന്നുള്ളവരാണ്. UDF-ൽ നിന്നും വീണ്ടും മത്സരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വിജയിച്ചു കയറാനായി. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന MLA-മാരിൽ 41 MLA-മാർ പരാജയം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ്. LDF-ന്റെ മന്ത്രിമാരിൽ പലർക്കും ജനപ്രീതി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും MLA-മാർക്ക് വലിയ ജനസമ്മതി ഉണ്ട് അവരവരുടെ മണ്ഡലങ്ങളിൽ എന്നുള്ളൊരു തോന്നലും അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിൽ പോലും ആ ജനസമിതിക്കൊന്നും ഒരു തരത്തിലും ഈ UDF തരംഗത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല എന്ന് വേണം ഈ 41 എന്നുള്ള കണക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ. പിടിച്ചു നിൽക്കാനായിട്ടില്ല, വലിയ പരാജയമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ കണക്കുകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത്.